രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി ഈ മനുഷ്യൻ ജീവൻ ബലി കൊടുക്കുകയാണ്. ഈ രാജ്യത്തെ പ്രധാന മത്സര പരീക്ഷകൾ നടത്താനുള്ള ചുമതല ഏതോ ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ച യൂണിയൻ സർക്കാരും രാജ്യത്ത് തുടർച്ചയായി പരീക്ഷാ പേപ്പറുകൾ ചോർന്നിട്ടും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തെരുവിലായിട്ടും ഒടുവിൽ നിരവധി പേർ ജീവനൊടുക്കിയിട്ടും നാണമില്ലാതെ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന വകുപ്പ് മന്ത്രിയും ജനാധിപത്യ പ്രക്രിയയെ തന്നെ പരിഹസിക്കുകയാണ്. ഭരിക്കുന്നവരുടെ തൊലിക്കട്ടിയും നിസ്സംഗതയും ജനങ്ങളുടെ ജീവനേക്കാൾ വലുതാകുമ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത ഒരു ജനത തെരുവിലിറങ്ങുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഈ സമരം തെളിയിക്കുകയാണ്. രാജ്യത്തെ നടുക്കിയ വലിയൊരു പരീക്ഷാ തട്ടിപ്പാണ് ഇന്ത്യയിൽ നടന്നത്. 9ഓളം പ്രധാന മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് തുടർച്ചയായി ചോർന്നത്. സാധാരണക്കാരായ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ മികച്ച ഭാവിക്കായി ചോര നീരാക്കി സമ്പാദിച്ച പണം മുഴുവൻ നൽകി പഠിപ്പിച്ചാണ് ഇത്തരം പരീക്ഷകൾക്ക് അയക്കുന്നത്. എന്നാൽ പരീക്ഷകൾ എഴുതി ഫലം കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ആഗ്രഹങ്ങളെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ കേന്ദ്ര സർക്കാർ തല്ലിക്കെടുത്തിയത്. ഇത്രയധികം കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടും വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിട്ടും കുറ്റബോധത്തിന്റെ ഒരംശം പോലും മോദി സർക്കാരിൽ കാണാൻ സാധിക്കുന്നില്ല. ആര് നിരാഹാരം കിടന്നാലും, ആര് ജീവൻ ബലി കൊടുത്താലും തങ്ങൾക്ക് ഒരു ചുക്കുമില്ലെന്ന തരത്തിലാണ് യൂണിയൻ സർക്കാരിന്റെയും വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും പെരുമാറ്റം. പദവിയിൽ നിന്ന് രാജിവെച്ച് മാന്യത കാണിക്കാൻ തയ്യാറാകാത്ത മന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന കേന്ദ്ര സർക്കാർ നിലപാട് ഇന്ത്യയുടെ ഭാവിയാണ് ഇരുട്ടിലേക്ക് തള്ളിവിടുന്നത്. ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ സോനം വാങ്ചുക് നിരാഹാര സമരവുമായി രംഗത്തിറങ്ങിയത്. സോനം വാങ്ചുക്കിന്റെ ഈ ജീവൻ മരണ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തിയതോടെ സമരം കൂടുതൽ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം സമരവേദിയിലെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേര സോനം വാങ്ചുക്കിനെ നേരിൽ കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഈ സമരവേദി സന്ദർശിക്കുന്ന ആദ്യത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് പവൻ ഖേര. പരീക്ഷാ ചോർച്ചയിൽ തകർന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സോനം വാങ്ചുക്കിന് നീതി ലഭിക്കുന്നതിനു വേണ്ടിയും തങ്ങൾ പാർലമെന്റിലും തെരുവിലും പോരാടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ ജനങ്ങളുടെ കണ്ണീർ കാണാതെ പോകുന്ന ഭരണകൂടത്തിനു മുന്നിൽ സോനം വാങ്ചുക്കിനെ പോലെയുള്ളവരുടെ പോരാട്ടങ്ങൾ ചരിത്രമാവുകയാണ്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ആഡംബരത്തിൽ കഴിയുന്ന മന്ത്രിമാർക്ക് അധികാര കസേരകളോടുള്ള ആർത്തിയാണ്. രാജ്യത്തിന്റെ ഭാവിയായ യുവതലമുറയെ പരീക്ഷാ തട്ടിപ്പുകളിലൂടെ വഞ്ചിക്കുന്ന മോദി സർക്കാർ ഓർക്കേണ്ടത് ഒന്നു മാത്രം: ജനങ്ങളുടെ ചോദ്യങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും മുന്നിൽ എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകും? പരീക്ഷാ തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതം ഇരുട്ടിലാക്കിയിട്ടും ഒരു കൂസലുമില്ലാതെ കസേരയിലിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ നട്ടലില്ലായ്മയ്ക്ക് സ്വന്തം ഭാവിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഇന്ത്യയിലെ യുവത്വം വരും ദിവസങ്ങളിൽ മറുപടി നൽകുക തന്നെ ചെയ്യും. महासचिव श्री के.सी. वेणुगोपाल ने भी एक ट्वीट किया था और चिंता जाहिर की थी कि एक असंवेदनशील सरकार के सामने विरोध की जो भाषा है वो ऐसी न हो जिसमें हम अपनी जान को जोखिम में डालें। आज यही मैं कन्वे करने भी आया सोनम वांगचुक साहब से और हमारे बाकी साथी जो बैठे हैं अनशन पर, उनको भी यही कहा कि साहब अपनी जान खतरे में मत डालिए, क्योंकि ये ऐसी सरकार नहीं है जो लोकतांत्रिक भाषा को सुने और उसको रिस्पॉन्ड करे। 20 तारीख के प्रोटेस्ट में आप लोग के सामने मैंने जैसा आपको कहा कि जो मैं कन्वे करने आया हूँ मैंने किया।